ജി കേരളം പ്രേക്ഷകർക്ക് ആദ്യം തന്നെ നമസ്കാരം. ഞങ്ങളുടെ പുതിയ റിയാലിറ്റി ഷോ തുടങ്ങുകയാണ്. സി ടി വി നാഷണൽ ലെവലിൽ തന്നെ വളരെ പോപ്പുലറായ സി സരിഗമപ ഇതാണ് ഷോ. ഇത് കേരളത്തിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇതിന് കാത്തിരിക്കേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നത് എപ്പോഴാണ് തുടങ്ങുന്നതെന്നൊക്കെ. അടുത്ത് തന്നെ തുടങ്ങുകയാണ്. April 6 തൊട്ട് തുടങ്ങുകയാണ് ബ്രോഡ്കാസ്റ്റ്. ഇതിൻ്റെ ഫോമാറ്റ് നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് തന്നെ കാണണം. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സെലക്ഷൻ, ഫൈനൽ സെലക്ഷൻ ഞങ്ങൾ 3 പേരെടുത്തും 35 കുട്ടികളെ തന്നിട്ട് അതിന്ന് 15 പേരെ എടുക്കാൻ പറഞ്ഞ ഒരു സെലക്ഷൻ റൗണ്ടാണ് ആദ്യത്തെ. അതിന്ന് തന്നെ നിങ്ങളെല്ലാവരും കാണണം. കാരണം അവിടുന്ന് തുടങ്ങുകയാണ് ഇതിൻ്റെ രസം. ആരും ഇതിൽ ഒരു എപ്പിസോഡൊന്നും മിസ് ചെയ്യരുത്. ഇത് കംപ്ലീറ്റ്ലി ഒരു എനർജി പാക്ക് എപ്പിസോഡ്സ് ആണ് വരുന്നത്. അതിൻ്റെ എന്താ പറയുക, കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും പറയാൻ നിർവാഹമില്ല. $3500 പേരിൽ നിന്നാണ് നമ്മൾ ഒരു ഷോർട്ട് ലിസ്റ്റഡ് ഗ്രൂപ്പിൽ എത്തിയിരിക്കുന്നത്. 35 പേര്, അതിൽ നിന്ന് 35 പേരിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 ജഡ്ജസ് കൂടാതെ മറ്റൊരു ജൂറി കൂടി, 12 പേരടങ്ങുന്ന ജൂറി, ഒരു ഗ്രാൻഡ് ജൂറി എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇപ്പോൾ ഒരു സിംഗർ പാടാൻ വന്നിട്ട് ഗ്രാൻഡ് ജൂറിയാണ് അവർക്ക് ആദ്യം മാർക്ക് ഇടാൻ പോകുന്നത്. അവർക്ക് മാർക്ക് ഇട്ടിട്ട് എബവ് 75% വരികയാണെങ്കിലാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരിക, നമ്മുടെ അടുത്തേക്ക് വരാം. അതായത് കുട്ടി നന്നായിട്ട് പാടിയെന്ന് അവരെ ഗ്രൂം ചെയ്തിട്ടുള്ള ഗ്രാൻഡ് ജൂറിക്ക് ബോധ്യമായി കഴിയുമ്പോൾ അവർക്ക് 75% കൂടുതൽ മാർക്ക് ഇടുകയാണെങ്കിൽ മാത്രം അത് ഞങ്ങളുടെ മുമ്പിലോട്ട് വരും ആ കുട്ടി. അതായത് ഞങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ആ കുട്ടി എത്തുകയാണ്. പിന്നെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് ഈ 35 പേരിൽ നിന്നും 15 പേരെ മാത്രമേ സെലക്ട് ചെയ്യാനുള്ള നിർവാഹമുള്ളൂ, അല്ലേ? അപ്പോൾ ആ 15 പേര് എന്ന് പറയുമ്പോൾ ഷാൻ 5 പേരെ സെലക്ട് ചെയ്യും, ചേച്ചി 5 പേരെ സെലക്ട് ചെയ്യും, ഞാൻ 5 പേരെ സെലക്ട് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ട്വിസ്റ്റുകളും അല്പം ടേണുകളും ഒക്കെയുള്ള ഒരുപാട് എപ്പിസോഡ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. ഇത് 3 ടീമാണ്. എൻ്റെ കയ്യിലുള്ള 5 പിള്ളേർ ഒരു ടീം. എൻ്റെ ടീമിൻ്റെ പേര്, അതായത് എൻ്റെ ഹൗസാണ്. 3 വീടുകളായി തരംതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 5 കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്യുന്നു. സുജാ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട 5 കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഷാൻ, ഞങ്ങൾക്കൊക്കെ കോമൺ ആയിട്ട് ഇഷ്ടമായ കുറേ കുട്ടികളുണ്ടാവും. അതിന് ഞങ്ങൾ അടിപിടി വയ്ക്കും. അതെ, അതിൽ ഞങ്ങൾ തമ്മിലൊരു മത്സരമുണ്ട്. എൻ്റെ ടീമിലുള്ള കുട്ടിയാണോ നല്ലത്, ചേച്ചിയുടെ ടീമിലുള്ള കുട്ടിയാണോ, ഷാനിൻ്റെ ടീമിലുള്ള കുട്ടിയാണോ എന്നുള്ളത് ഞങ്ങൾ തമ്മിൽ ആക്ച്വലി ശരിക്കും ഫൈറ്റ് ചെയ്തിട്ടാണ് ഓരോ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതും. അതുകൂടാതെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവുകളും ഉണ്ട്. അതെ, ഇങ്ങനെ കുട്ടികൾ പാടണേ എങ്ങനെ ശരിക്കും ഞാൻ അൺബിലീവബിൾ, ഓ ഗോഡ് എന്ന് പറഞ്ഞു പോയി. കാരണം അവസാനത്തെ കുട്ടി വരെ നോക്കുമ്പോൾ എല്ലാവരും പാട്ട്. ഞങ്ങൾ ശരിക്കും തമ്മിൽ അടിയായിരുന്നു. ആരെ ഞങ്ങൾക്ക് വേണം, ഇയാളെ എനിക്ക് വേണം, ഇയാളെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ശരിക്കും തമ്മിൽ ഞങ്ങൾ തമ്മിൽ മത്സരം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ റിയാലിറ്റി ഷോ കാണുന്ന ഒരു പ്രേക്ഷകനാണ് വീട്ടിലിരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റിയാലിറ്റി ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പല കുട്ടികളും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരിലും ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ കാണാറില്ല. അത് ചില കുട്ടികളിൽ മാത്രമേ ഞാൻ പ്ലേ ബാക്ക് സിംഗർ കാണാറുള്ളൂ. ഇതിൽ വന്നിട്ടുള്ള 35 സിംഗേഴ്സ് പ്ലേ ബാക്ക് സിംഗേഴ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ബാക്കി എല്ലാവരും സിംഗേഴ്സാണ്. ഒരാൾ പാടി വെച്ച ഒരു പാട്ടിനെ അവരെടുത്ത് അവരുടെ അതേപോലെ മഗ്ഗി ചെയ്തങ്ങ് പഠിച്ച് പാടുന്ന കുട്ടികളെ ഞാൻ ഇഷ്ടംപോലെ റിയാലിറ്റി ഷോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സരിഗമപയിലാണ് ഞാൻ ആദ്യമായിട്ട് 35 ക്രീംസ്, 35 പ്ലേ ബാക്ക് സിംഗറെ കാണുന്നത്. അത് അത്രയും ബ്രില്യൻ്റായിട്ട് പാടുന്ന കുട്ടികളാണ്. അതെന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഐ എം സോ എക്സൈറ്റഡ്. അതേപോലെ തന്നെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ തന്നെ എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുള്ള ഷോ ആണ് സരിഗമപ. ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്യണ ഒരു സംഭവമാണ്. കാരണം പാട്ട് നമ്മൾ പാടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പാട്ട് വരുന്ന അധികം ചിരിക്കാൻ പറ്റില്ല, തൊണ്ടയൊക്കെ നോക്കിയിരിക്കണം. പാടുമ്പോൾ പാടിച്ച് അത് കഴിഞ്ഞിട്ടേ നമ്മൾ എൻജോയ് ഉള്ളൂ. ഇത് അതിൻ്റെ അവിടെ ഇരുന്ന് അവരല്ലേ പാടുന്നത്, നമുക്ക് ഇവിടെ നിന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റിയിൽ ഈ പറഞ്ഞ പ്രോഗ്രാമിൽ അവരുടെ വിജയവും ഇതും പരാജയവും നമ്മുടെ മാർക്കിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ്. സോ
ആ ഒരു കോൺസെൻട്രേഷൻ ഒരുപാട് ആവശ്യമാണ്. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ മൂന്നുപേരും ജൂറിയും കുട്ടികളും ശരിക്കും എൻജോയ് ചെയ്തു. ഈവൻ കുട്ടികൾ ഇത്രയും എൻജോയ് ചെയ്തേക്കണം ഞാൻ കണ്ടേക്കണ ഈ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു അത്. അവരവിടെ നിന്ന് ചിരിച്ച് വയ്യാതെ ഈ സന്തോഷം ഇത് കാണുന്ന പ്രേക്ഷകരോട്ട് എത്തുന്നിടത്താണ് ഈ പ്രോഗ്രാമിന്റെ വിജയം അല്ലേ ഷാനെ? പിന്നെ അപ്പോൾ ഞങ്ങളിവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ഹാപ്പിനെസ് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകരോട്ട് എത്തുന്നിടത്താണ് നമ്മുടെ പ്രോഗ്രാം വിജയിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾ ആഗ്രഹിക്കും. അതെ, തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന എല്ലാ എൻ്റെ ഫാൻസും, ഗോപിയുടെ ഫാൻസ്, ഷാനൻ്റെ ഫാൻസ്, എല്ലാ സംഗീത പ്രേമികളും ഈ ഷോ കാണുക. സംഗീത പ്രേമികളല്ലാത്തവരും ഈ ഷോ കാണുക. ഇതിലൊരു ഗെയിം എലിമെൻറ്റും ഉണ്ട്. നിങ്ങളും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരോടും പറയാണ്, ഈ ഏപ്രിൽ 6-ാം തീയതി തൊട്ട് എവറി വീക്കെൻഡ്സിൽ നമ്മൾ വരികയാണ്. നമ്മൾ 3 പേരും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വലിയൊരു പിടി എന്നല്ല, വലിയ പിടി ടാലൻസുമായിട്ട് വരികയാണ്. എല്ലാ ദിവസവും പിന്നെ വീക്കെൻഡ്സിൽ 8:30 to 10 o'clock ആണ് ഇതിന്റെ സമയം. ജോലിക്ക് പോകുന്നവരൊക്കെ വേഗം വീട്ടിലോട്ട് വന്ന് തരിക. 8:30 മണി തൊട്ട് 10 മണി വരെ ഈ പരിപാടി ആരും മിസ് ചെയ്തത്. ബാക്കി എല്ലാ പരിപാടിയും മാറ്റി അത് അതിനു മുമ്പ് ഡിന്നറൊക്കെ കഴിച്ചിരിക്കുക. Eastern and Poppy's Baby Care presents Sarigamappa, co-powered by Sridhariam Herbal Baby Kajal, Peers and Itex Dazzler. ഏപ്രിൽ 6 ശനിയാഴ്ച മുതൽ രാത്രി 8:30. പിന്നെ ഡിന്നർ കഴിച്ചുകൊണ്ടത് കണ്ടാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഡിന്നറിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമായിരിക്കും. അപ്പോൾ see you there. See Sarigamappa. Don't miss it.